ഇനി ബിഗ് ടിവിയെ കുറിച്ച്. ബിഗ് ടിവിക്ക് മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എന്റെ ആഗ്രഹം. അപ്പൊ നമുക്ക് ക്യാമറ കൂടെ കയറട്ടെ. ദൂരദർശൻ പോലെ എടേ ആ ക്യാമറയിലെ ലെൻസിലെ എണ്ണയെങ്കിലും ഒന്ന് തുടച്ചിട്ട് വാർത്ത വായിക്കുന്നു പറയാൻ തോന്നുന്ന അത്രം ഒരു പിന്നെ എന്റെ പെർഫോമൻസ് മാസം ചെയ്തത് മണുങ്ങായി എന്ന് കാണിച്ചേ. മണുങ്ങ് ഞാൻ ആദ്യമായിട്ടാ മണുങ്ങ് കാണുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. 2 ദിവസം കുറച്ച് തിരക്കിലായതുകൊണ്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തിരിച്ചെത്തിയിട്ട് നോക്കുമ്പോൾ അതാ കഴിഞ്ഞ ദിവസം വരെ ഭൂമിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ നോക്കുമ്പോൾ ബഹിരാകാശത്ത് നിൽക്കുകയാണ്. മറ്റാരുമല്ല, സുജയ്യ പാർവതി. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിന്ന് പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താണെങ്കിലും അത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം സുഹൃത്തുക്കളെ. അപ്പം സുജയ പാർവതി റിലേറ്റഡ് ആയിട്ട് കുറേ ട്രോൾസ്, മീംസ്, റിയാക്ഷൻസ് എല്ലാം ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇവരുടെ ഈ ബിഗ് ടി വിയുടെ ആ ഒരു ഇനാഗുറേഷൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നോ നാളെയോ ഇത് ഇവരെ ഏറി കയറാനുള്ള വകുപ്പാണെന്ന്. കാരണം വെച്ചാൽ ഈ ബിഗ് ടി വിയുടെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഇവരുടെ ന്യൂസിൻ്റെ സംഭവങ്ങളിലൊക്കെ ഇവരുടെ ഒരു ഇൻ്റർഫേസ് തന്നെ എന്ത് ശോകമാണെന്നറിയാവോ. ഇപ്പം ഇതിന് പൈസ കൊടുത്ത് നിർത്താനെ കൊണ്ട് ആളെ കിട്ടാഞ്ഞിട്ടാണോന്ന് അറിയത്തില്ല. ഒരു 15,000 രൂപ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത്ര ഒരു ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രാഫിക്സ് അത് ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. കൊച്ചി കിടന്ന് പട്ടിപ്പണി എടുക്കുകയാണ് ഓരോരോ സ്ഥാനത്തിൽ പോയി കിടന്നിട്ട് കുറഞ്ഞ ശമ്പളത്തിൽ. അവർക്കൊക്കെ ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയാക്കി തരും. പിന്നെ റിപ്പോർട്ടറിന്റെ കോപ്പി അടിച്ചു വെക്കുകയാണെന്നുള്ള ഒരു കിംവദന്തിയൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ടിവിയുടെ പേര് മാത്രം ഒന്ന് മാറ്റി വെച്ചു എന്നുള്ളതല്ല, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല എന്ന് ഇങ്ങനെ കരക്കമ്പി കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും 10 ലക്ഷം രൂപയ്ക്കാണ് സുഹൃത്തുക്കളെ സുജയ പാർവതീനെ അനിൽ അയിരൂർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പുറത്തോട്ട് ചാടിച്ചിട്ടുള്ളത്. അതിൽ തെറ്റൊന്നുമില്ല, കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് പോകുന്നതിൽ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പോയിട്ട് നടന്നു നിൽക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളുണ്ട്. എന്നാണെങ്കിലും ആദ്യം തന്നെ പ്രധാനമായിട്ടും സുജയ പാർവതിയുടെ ഒരു ലുക്കിനെ ബേസ് ചെയ്തിട്ടാണ് കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മല്ലു കെ കലൈഡോസ്കോപ്പ് എന്ന് പറയുന്നൊരു പേജിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സുജയ പാർവതിയുടെ ഇന്നത്തെ ലുക്കിന് പിന്നിൽ റൂമ കോസ്മെറ്റോളജിയാണ്. വാക്പേയിൽ അഗ്രഗണ്യയായ സുജയ ഇപ്പോൾ അഴകിലും മുൻപിലുണ്ട് എന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്കത് ഒന്നുകൂടെ കാണാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിൻ്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കിയിട്ട് എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്തായിട്ടാ തീക്കുരുത്തല എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരിനെ നിങ്ങൾ നോക്കി വെച്ചോ. കൂടെ ഇന്ന് പണിയിരുന്നൊരു കൂട്ടുകാരിയാണ് സുഹൃത്തുക്കളെ ഇത്. സീരിയസ്ലി. പിന്നെ ഇത് ഭയങ്കര മോശമാണ് കേട്ടോ. പുള്ളിക്കാരുടെ ഈ കളർ വെച്ചിട്ട് മേക്കപ്പ് പെട്ടെന്ന് മാറിയപ്പം അത് വെച്ച് കണ്ടു, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും ടി വി കണ്ട പോലത്തെ ഒരു ഫേസ് അല്ല ഇപ്പം മേക്കപ്പ് ഒക്കെ മാറിയപ്പം എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൻ്റെ പേരിൽ ഈ കളർ ഷെയ്മിങ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നേക്കുന്ന, ബോഡി ഷെയിം ചെയ്തുകൊണ്ട് വന്നേക്കുന്ന കുറേ ട്രോൾസ്, മീംസ്, ഇറ്റ്സ് നോട്ട് ഫെയർ ആൻഡ് ലെവലിൽ ഒട്ടും നല്ലതുമല്ല, ഭംഗിയുമല്ല. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അത് ഭയങ്കര മോശമാണ്. ഓക്കെ, എന്താണെങ്കിലും ഈ ഒരു ഒറ്റ സാധനം കൊണ്ട് ഇന്നലെ വരെ ബിഗ് ടി വി, ഏത് ബിഗ് ടി വി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് അറിയാതിരുന്ന ആൾക്കാർ കൂടി എന്താണെങ്കിൽ ഈ ഒരു ഒറ്റ സാധനം കൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് മറ്റേ അനിൽ അയിരൂർ ഇങ്ങേറെ അഗ്രഗണ്യ ബുദ്ധിയിൽ തോന്നിയേക്കുന്ന എന്തെങ്കിലും സംഭവ വികാസമാണോ ഇത് എന്നുള്ളതും നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ആ ഒരു ഇനാഗ്രേഷൻ ടൈമിൽ പറഞ്ഞേക്കുന്ന ഒരു സാധനമുണ്ട്. അനിൽ അയിരൂർ ആരാണെന്ന്? രാജമൗലിയാണ് സുഹൃത്തുക്കളെ. അനിൽ അയിരൂർ എന്ന് പറയുന്ന ലക്ഷ്മി പത്മയുടെ വാക്കുകൾ കടമെടുത്താൽ ന്യൂസ് ചാനലുകളിലെ രാജമൗലി ആവശ്യപ്പെട്ടതുപോലെ ആ സിനിമയിൽ, ആ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ എന്റെ റോൾ നിർവഹിച്ചു. അതുപോലെ ബിഗ് ടിവിയിൽ രാജമൗലിയുടെ അടുത്ത പടമാണ്, അത് ഒരു ബിഗ് ബജറ്റ് പടമാണ്. തെലങ്കാനയിൽ നിന്നുള്ള പ്രൊഡ്യൂസറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ബിഗ് ബജറ്റ് ചിത്രത്തിൽ എന്റെ പെർഫോമൻസ് മാസം ചെയ്തത്. അതാണ് സുജയ പാർവതിയുടെ പെർഫോമൻസും മാസും ക്ലാസും ചേർന്നാണ് സുഹൃത്തുക്കളെ. അതാണ് പഞ്ച് ഡയലോഗ്. അനിൽ അയിരൂർ തൊട്ട് സൈഡിൽ നിൽക്കുന്ന കണ്ടില്ലേ, ആ വെള്ള മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്, അതാണ് നമ്മുടെ രാജമൗലി ഫ്രം ബിഗ് ടി വി. അപ്പം എന്താണെങ്കിലും രാജമൗലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ആ സിനിമയിൽ എങ്ങനെയാണ് ക്ലാസും മാസുമായിട്ട് സുജയ പാർവതി മനോഹരമായി പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് LKG പിള്ളേരുടെ ഒരു ടൂർ ബസ്സിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളിലോട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാണെങ്കിൽ ആ ടൂറിലെ കുട്ടികൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമുക്കിത് കാണാം.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബിഗ് ബസിന്റെ യാത്ര തുടരുകയാണ്. ബിഗ് ബസിന്റെ യാത്ര ഇപ്പോൾ നമ്മൾ എവിടെ വരെ എത്തിയെന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നേരെ വൈപ്പിനിലേക്ക് എത്തുകയാണ്. വൈപ്പിനിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ ഒരു പാലത്തിന്റെ അടുത്തുകൂടി നേരെ വരാപ്പുഴ അതിരൂപതയുടെ വഴിയേ പോവുകയാണ്. അതാ നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ വലിയ TV സ്ക്രീനിനകത്തൂടെ ഒരു ട്രാവൽ ബ്ലോഗ് കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയൊരു സന്തോഷം തന്നെ. പക്ഷേ മൈക്ക് മാറിയിട്ടുണ്ട്, ഇച്ചിരി നീളത്തിലുള്ള മൈക്കാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്ലോഗിങ് കുറച്ച് അധികം നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു ട്രാവൽ വ്ലോഗ് കാണുന്നത്. അപ്പം ഒപ്പമുള്ള സഹയാത്രികർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സുപ്രഭാതം വിജയകുമാർ. സുപ്രഭാതം. ഇത് ഞാൻ വേറെ വീഡിയോ ബിഗ് TV എന്ന് പറയുന്ന ബിഗ് ബോസ് എന്നുള്ള സാധനങ്ങളോട് ഇങ്ങോട്ട് അടിച്ചു മാറ്റിയല്ലേ. നമുക്ക് ബാക്കി കേൾക്കാം. എങ്ങനെയുണ്ട് കൊച്ചിയിലോട്ടുള്ള യാത്ര? ഉഷാറല്ലേ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിലേക്ക് തിരിച്ചു വന്നതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതര സന്തോഷമാണ്. ഉറപ്പായും നമ്മുടെ പഴയ തട്ടകത്തിലേക്ക് തിരികെ എത്തുന്നുള്ള സന്തോഷം. അതെ, നമ്മൾ പൂർണ്ണമായും തിരിച്ചെത്തും ഹൈദരാബാദിൽ നിന്ന് ഉടനെ. അതെ, ഉടനെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്താണ് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ? പിന്നെ ടിഫിനൊന്നും ഇവർക്ക് കൊടുത്തില്ല, അതിന്റെ ആണോ കാര്യം? മുന്നത്തെ ചാനലിലൊക്കെ പവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്നിട്ട് തലയൊക്കെ കുനിച്ചിട്ട് താല്പര്യം ഇല്ലായ്മ പോലെ. എന്നാണെങ്കിൽ ഇവരുടെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള അനിൽ അയ്യൂർ ബ്രാക്കറ്റിൽ രാജമൗലി, പുള്ളിക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സുപ്രഭാതം. എങ്ങനെയുണ്ട് യാത്ര? നന്നായിട്ടുണ്ട്. വൈപ്പിൻ മാലിപ്പുറത്താണ് നമ്മളിപ്പോ. അപ്പോൾ ഈ അതാ നോക്കൂ, രാജമൗലി വൈപ്പിൻ മാലിപ്പുറത്തൂടെ സഞ്ചരിക്കുന്ന കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ഇറങ്ങിയാണോ? എന്താണെങ്കിലും രാജമൗലി നമ്മുടെ സ്ഥലത്തൂടെ എനിക്ക് വയ്യ. യാത്രയിലൂടെ നമ്മൾ നാടിനെ അറിഞ്ഞ് നാട്ടാരെ കേട്ട നോക്കൂ, നമുക്ക് പുറത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മറ്റു ക്യാമറകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല മനോഹരമായ ഒരു പ്രഭാതത്തിൻ്റെ ഒരു പ്രസരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത് പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നല്ല രീതിയിലുള്ള നമ്മൾ ഒരു പ്രഭാതം പൊട്ടിവിടരുന്ന സമയം എന്നൊക്കെ പറയുന്നതാണ് ഒരു രാവിലെ 6 മണി മുതൽ ഒരു 7:30 വരെയുള്ള സമയം. പ്രഭാത സൂര്യൻ ഇങ്ങനെ ഉദിച്ചു കയറി വരുമ്പോൾ അതിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ കടലോ കായലോ അങ്ങനെയുള്ള ജലാശയങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് കാണപ്പെടുന്ന ഒരു സമയമാണ് ഈ പ്രഭാതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം കാണിക്കാൻ പോകുന്ന ഒരു മോർണിംഗ് വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണം. എനിക്കിപ്പം മുഹമ്മദ് മുജ്തബയുണ്ട്. മുഹമ്മദ് മുജ്തബയാണെങ്കിൽ അതാ രാജമൗലി എടീറ്റ് പോടെ പറയുന്നൊക്കെ കേട്ടിട്ട് എന്തോ പറ്റി. ഒരു ന്യൂസ് ചീഫ് എഡിറ്ററായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ സുജയ പാർവതി. എനിക്ക് തോന്നുന്നു പ്രകൃതിയെ പറ്റിയിട്ട് വർണ്ണിച്ചുകൊണ്ടൊരു കവിതയോ എന്തോ രചിക്കാനെ കൊണ്ട് അവരുടെ HM കൊടുത്തിട്ടുണ്ടായത്. അത് കാണാതെ പഠിച്ച് പറയാണോ എന്താണെന്നുള്ളത് അറിയത്തില്ല. അത് രചിച്ച് പറയാണ്. ഗൈസ്, ഇതാണ് പ്രഭാതത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പ്രകൃതിയെ പറ്റിയുള്ള ഒരു ക്ലാസ് നമുക്ക് എടുത്തുതന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അടുത്ത ആളിലോട്ട് നമുക്ക് പോവാം. റെഡി അല്ലേ? റെഡി. ഞങ്ങൾ ബസ്സുമായിട്ട് കൊച്ചിയിലെത്തി. ഇനി നിങ്ങളുടെ കയ്യിൽ ഇവിടെ കൊച്ചിയിലുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും തീർച്ചയായും. ഇപ്പൊ വൈശാഖ് കോമാട്ടിലാണ് നമ്മുടെ കൊച്ചിയുടെ തലവൻ. അതാ മുസ്തഫക്ക് റെസ്പെക്റ്റോടുകൂടി തന്നെ എണീറ്റ് നിന്ന് നിങ്ങൾ കണ്ടില്ലേ? മുസ്തഫയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അത്യാവശ്യം റെസ്പെക്ട് ഒന്നുമില്ലെങ്കിൽ ഇവരുടെ ക്ലാസ് ലീഡർ അല്ലേ. ആ ക്ലാസ് ലീഡറിൻ്റെ അടുത്ത് ഒരു റെസ്പെക്ട് ഉള്ള ഒരേ ഒരു വ്യക്തി മുസ്തഫ മാത്രമാണ്. കാര്യം ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ സീറ്റിൽ നിന്ന് എണീറ്റ് നിന്നുകൊണ്ട് ആൻസർ പറഞ്ഞതിന് ശേഷം മാത്രമാണ് അദ്ദേഹം വീണ്ടും ഇരുന്നിട്ടുള്ളത്. അങ്ങനെ ആവണം മറ്റ് സുഹൃത്തുക്കൾ. പക്ഷേ ബാക്കിയുള്ള സുഹൃത്തുക്കൾ കാണിക്കുന്ന പരിപാടികളുണ്ട്. നമുക്ക് ബാക്കി കാണാം. അത്ര എല്ലാ നോക്കും ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടില്ലേ, ഒറ്റയ്ക്കൊരു കൊക്കൊക്കെ പറന്നു പോകുന്നുണ്ട്. അത് കൊക്കല്ലേ? അതെ, ഒറ്റയ്ക്ക് പറന്നു പോകുന്ന കൊക്ക് അത് കൊക്ക് തന്നെയാണ്, അല്ലാതെ ആനയോ ചേനയോ ആവില്ലല്ലോ. മോർണിംഗ് വൈബായില്ലേ? ഗംഭീരായില്ലേ? ഒരു റീലൊക്കെ എടുക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ വന്നതുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളിൽ ആദ്യം ഇടപെട്ട് അതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കി പോകണം. എന്ത് പരിപാടിയാണ് ആ കൂട്ടുകാരി എന്ന് പറഞ്ഞത്? റീലെടുക്കാന്ന്. നാട്ടിലെ പ്രശ്നങ്ങൾ ജനങ്ങളോട്ട് എത്തിക്കാൻ വേണ്ടി അത്രയും സീരിയസ് ആയിട്ട് ഒരാൾ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ശരിയാണ്, പ്രകൃതിയെ പറ്റിയിട്ട് ഒരിത്തിരി വർണ്ണിച്ച് എന്നും പറഞ്ഞിട്ട് റീലെടുക്കാൻ തോന്നുന്നുണ്ടോ എന്ന്? നിങ്ങൾ പ്ലിങ്ങി വിടുകയല്ലോ ചെയ്തേക്കുന്നേ. പ്ലിങ് ആയില്ലേ ഇപ്പോൾ അവിടെ സുജയ പാർവതി? ഒന്നില്ല നിങ്ങളുടെ ക്ലാസ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള സുഹൃത്തുക്കളാണ് നമ്മളെ ചിരിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരുടെ മുന്നിൽ ഇതുപോലെ നമ്മളെ പ്ലിങ്ങിച്ച് വിടും. സുജയ, ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉള്ളത്, നാട്ടിൻപുറം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാവിലെ തന്നെ ജീവിതം തുടങ്ങുന്ന പ്രദേശമാണ്. അതെ, അത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. നാട്ടിൻപുറങ്ങളിൽ പ്രഭാതത്തിലാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്. പക്ഷേ സിറ്റി ഏരിയകളിലൊക്കെ അവരുടെ നട്ടുച്ചയ്ക്കും പാതിരാത്രിയിലും ഒക്കെ തന്നെയാണ് അവരുടെ ജീവിതങ്ങൾ തുടങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞ വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണെങ്കിലും ക്ലാസ്സിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നുണ്ട്.
ബാക്കി എന്താ കയ്യിലെന്താ? എന്തൊക്കെ മീനാണല്ലേ? ഏതൊക്കെ മീനാ? അയലയുണ്ട്, മത്തിയുണ്ടോ? മത്തിയില്ല. ആ ഇതെന്താ? ഇത് നമ്മുടെ ചെമ്പല്ലി. ചെമ്പല്ലി കിളിമീനാണ്. എടേ ഇതിനിടയ്ക്ക് നിങ്ങൾ മീൻ വാങ്ങാനും പോയാ? നിങ്ങൾ മറ്റേ സമൂഹത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംഭവം എന്തോന്നറിയാം, അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കണ്ടേ, ഫുഡ് ഇരിക്കണ്ടേ, അപ്പം ഇച്ചിരി മീൻ വാങ്ങാൻ പോയതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് അവർ കുക്കിംഗ് വീഡിയോയും കൂടെ ആ ബസ്സിനകത്ത് വെച്ച് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും, മീനൊക്കെ വാങ്ങിച്ചിട്ട്. എന്നാലും എൻ്റെ സുജയ പാർവതിയുടെ ഒരു അവസ്ഥയെ. അപ്പോൾ അയലയുണ്ട്, കിളിമീനുണ്ട്. അപ്പോൾ നമുക്ക് കിളിമീൻ കറി വെക്കാം, അയല വറക്കാം, അല്ലേ ലക്ഷ്മി? ഞാൻ പറഞ്ഞില്ലയോ ഇത് വറക്കാനും കറി വെക്കാനും അവർക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട് സുഹൃത്തുക്കളെ. മണുങ്ങ എന്ന് കാണിച്ചേ, മണുങ്ങിനെ മണുങ്ങ്. ഞാൻ ആദ്യമായിട്ടാ മണുങ്ങ് കാണും. അപ്പൊ മണുങ്ങല്ലേ, അതാ നല്ല പേര്. മണുങ്ങേ ഇത് പറയുമ്പോൾ ഞാൻ ആ ഒരു ഇനാഗ്രേഷൻ സമയത്ത് സുജയ പാർവതി പറഞ്ഞേക്കുന്ന മറ്റൊരു സാധനമാണ്, ഞാൻ അതുകൂടെ ഒന്ന് കേൾപ്പിക്കാം. നല്ല വാക്കുകൾക്ക് ഈ അവസരത്തിന് ബിഗ് ടി വി ഗ്രൂപ്പിനും അതുപോലെ തന്നെ അനിൽ അയരൂർ സാറിനും നന്ദി. ഞാൻ ഈ ഒരു മൊമെന്റിൽ അക്നോളജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ഒരു വാർത്താ വായനക്കാരി ആയിരുന്ന എന്നെ ഒരു ന്യൂസ് പ്രസന്റർ എന്ന നിലയിൽ മോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അനിൽ അയരൂർ എന്ന വ്യക്തിയാണ്. ഹീസ് മൈ മെന്റർ. ഇനി ബിഗ് ടി വിയെ കുറിച്ച്. ബിഗ് ടി വിക്ക് മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതാണ് ബിഗ് ടി വിയുടെ ബിഗ് വിഷൻ. ബിഗ് ടി വിക്ക് മുമ്പും ശേഷവും. ബിഗ് ടി വിക്ക് മുന്നേ സുജയ പാർവതി ഗർജിക്കുന്ന സിംഗോ, ബിഗ് ടി വിക്ക് ശേഷം മണുങ്ങ്. എന്നാലും മണുങ്ങിൻ്റെ ക്ലാസ്സും മാസമായിട്ടുള്ള പെർഫോമൻസ് അതിമനോഹരമായിട്ടിരിപ്പുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം മണുങ്ങിന് എന്താ പറയാനുള്ളതെന്ന്. നമുക്ക് നമ്മുടെ ടീമിനെ എന്തായാലും ബസ്സിലേക്ക് കയറ്റാം. എല്ലാവരും ബസ്സിലേക്ക് കയറിയാലും നമ്മളിപ്പോൾ ബിഗ് ബസ്സിന്റെ യാത്ര തുടരുകയാണ്. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. എല്ലാവരെയും കൃത്യമായിട്ടൊന്ന് കയറ്റിക്കോട്ടെ. ആതിര സാരസ്വത, മുഹമ്മദ് മുസ്തഫ, ശ്രീലക്ഷ്മി ബി, ലക്ഷ്മി പത്മ, ബസ്സിൽ കയറിക്കോ. ഇവിടെ നങ്ക് തിളപ്പിച്ചിളകി നിന്നു പോകും. അപ്പോൾ ധനേഷ്, എസ് വിജയകുമാർ, ഇനി ആരാ? വൈശാഖ് കോമാട്ടിൽ, നമ്മുടെ നിതിൻ അംബുജൻ, ബാക്കി എല്ലാവരും ഇങ്ങനെ പിന്നാലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കയറട്ടെ, നമുക്ക് ഈ ബസ് പുറപ്പെടണ്ടേ. ഒരിക്കൽ കൂടി അതാണ് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിലെ, ഇതൊരു സ്കൂൾ ട്രിപ്പാണ്. LKG സ്റ്റുഡൻസിന്റെ ഒരു സ്കൂൾ ട്രിപ്പാണ് ഗൈസ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു സ്ഥലം അവർ കണ്ടു, ആ പ്രദേശങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവർ ആസ്വദിച്ചു. പ്രഭാതത്തെ പറ്റിയിട്ടുള്ള വർണ്ണനകളും അവർ നൽകി. കൃത്യമായിട്ട് HM പറഞ്ഞത് പ്രകാരം അവർ ആ രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് ഇവരെന്താണെങ്കിലും. പെട്ടെന്ന് തന്നെ കുട്ടികളുടെ ഓരോ പേരുകളും വിളിച്ചിട്ട് വരിയായിട്ട് തന്നെ അവരെ വിളിച്ച് ബസ്സിനകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. പക്ഷേ ഇവരാരും യൂണിഫോം ഇട്ടിട്ടില്ല സുഹൃത്തുക്കളെ. യൂണിഫോം ഇടാനെ കൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് പിന്നെ ഒരു കാര്യമുണ്ട്, ടൂറിന് പോയാലും അപ്പോൾ പിന്നെ നമുക്ക് കളർ ഡ്രസ്സ് മതി, കുഴപ്പമൊന്നുമില്ല. യൂണിഫോം ക്ലാസ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇട്ടേക്കണോ, അത്ര എനിക്ക് പറയാനുള്ളൂ. യൂണിഫോം ഇല്ലാതൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വഴി തെറ്റി പോകുന്നതായിരിക്കും. എന്നാണെങ്കിലും കുട്ടികൾ വളരെ സുരക്ഷിതമോടെ തന്നെ മറ്റ് സുഹൃത്തുക്കളെയും ഇത്തരത്തിൽ ഒരു ക്ലാസ് ലീഡറിന്റെ ചുമതലയിൽ തന്നെ നിന്നുകൊണ്ട് പേര് വിളിച്ചുകൊണ്ട് അവരെ ബസ്സിനകത്തേക്ക് വിളിച്ച് കയറ്റുക എന്നൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ കൂടെ കയറട്ടെ. അതെ, ക്യാമറ കൂടെ കയറട്ടെ. പിന്നെ ക്യാമറ വെളിയിൽ നിന്നിട്ട് നിങ്ങൾ ബസ്സിൽ കയറി അങ്ങ് പോവുക. ഇത് മറ്റേ ഇല്ലേ പണ്ടത്തെ ശ്രീനിവാസന്റെ ഒരു സിനിമയ്ക്കകത്തിലുള്ള പോലെ, ഇപ്പം സാർ കുളത്തിലോട്ട് ചാടുന്ന സീൻ വരുമ്പോൾ എന്ത് ചെയ്യും, ക്യാമറ എവിടെ വെക്കണം, കുളത്തോട്ട് കാണുമ്പോൾ ക്യാമറ കൂടെ എടുത്ത് ചാടട്ടെ എന്ന് പറയുന്ന പോലെ ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സുജയ പാർവതി. ഇവിടെ റിപ്പോർട്ടറിലൊക്കെ എങ്ങനെ നടന്നൊരു വ്യക്തിയായിരുന്നു. അവിടെ ഗർജിക്കുന്ന ഇങ്ക വന്ന് മണുങ്ങ്. എന്താണെങ്കിലും ഇതിനെപ്പറ്റിയിട്ട് സുനിത ദേവദാസ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ബിഗ് ടി വിയുടെ യഥാർത്ഥ അവസ്ഥയെ പറ്റിയിട്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ദൂരദർശൻ പോലെ എടേ ആ ക്യാമറയിലെ ലെൻസിലെ എണ്ണയെങ്കിലും ഒന്ന് തുടച്ചിട്ട് വാർത്ത വായിക്കുന്നു പറയാൻ തോന്നുന്ന അത്ര ഒരു പിന്നെ ബ്ലറായിട്ട് എന്തൊക്കെയോ ക്ലാരിറ്റി ഇല്ലാത്ത ദൃശ്യം. ഞാനിപ്പോ ഐഫോണിലാണ് വീഡിയോ ചെയ്യുന്നത്, എന്ത് ക്ലാരിറ്റി ഉണ്ട്, അതിന്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത എന്തോ വിഷയം. അവർക്ക് സൗണ്ടിന്റെ ക്വാളിറ്റി ഇല്ല, ഉപയോഗിക്കുന്ന ഫോണ്ട്, കളറ്, ഗ്രാഫിക്സ് എല്ലാം ശോകം. ആകെ ദാരിദ്ര്യം പിടിച്ച സ്റ്റുഡിയോ. അതൊക്കെ പോട്ടെ, സ്ക്രീനിൽ വരുന്ന ഒരുത്തനും ഈ വിഷയം മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. 5 മിനിറ്റ് സുജയ്ക്ക് പോലും കഴിഞ്ഞില്ല. ഇതാണോടെ രാജമൗലിയുടെ സിനിമ? ഇതൊക്കെയാണോ നീ കണ്ട രാജമൗലിയുടെ? അത് ഏത് സിനിമയുടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അലിൻ ജോസ് പെരേരയുടെ മ്യൂസിക് ആൽബം അല്ലേ? അല്ലാതെ ഇതിലെങ്ങനെയാ രാജമൗലിയുടെ സിനിമ വരുന്നതെന്നാണ് എന്റെ സംശയം. ഇതാണ് അവരുടെ അവസ്ഥ. പുള്ളിക്കാരി പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നില്ല, ഇതിനകത്തിലെ ക്ലാരിറ്റി നിങ്ങൾ അതുകൂടെ ഒന്ന് വെച്ച് നോക്കുക. ഞാനിത് ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യണേ. എന്നിട്ട് ഇവരുടെ വൻ ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ഷോക്ക്. എന്നിട്ട് ഇത് ചീഫ് എഡിറ്ററായിട്ട് 10 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അല്ലേ. അത്രയൊക്കെ ചെയ്തിട്ട് ഓരോ വലിയ സ്റ്റാർസിന്, ഐ മീൻ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ
ഇതായിട്ട് ഫെയിമായിട്ട് നിൽക്കണ റിപ്പോർട്ടേഴ്സിനൊക്കെ അങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രോപ്പറായിട്ട് സാധനം ആൾക്കാരിലോട്ട് എത്തിക്കണം. വൻ ശോകമായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ സ്ട്രാറ്റജി എനിക്കിത് ഇഷ്ടപ്പെട്ടു സുഹൃത്തുക്കളെ. ആ ഒരു മേക്കവൻ്റെ ഒരു സാധനം ഒരൊറ്റ സാധനം വെച്ചുകൊണ്ട് സാധനം കയറി കത്തി. ഇപ്പം ബിഗ് ടി വി അറിയാത്ത ഒരാളും ഇല്ല. അതുപോലെ ബിഗ് ടി വി മാറിയിട്ടുണ്ട്. പിന്നെ പുതിയ ഫോർമാറ്റ്, പുതിയ പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇവർ പിന്നെ പറയുന്നൊരു സാധനമുണ്ട്, ബിഗ് ടി വി ഞങ്ങൾ ഇടത്തോട്ടും ഇല്ല വലത്തോട്ടും ഇല്ല. അപ്പം അങ്ങനെയാണ് ചാണകത്തിൽ ചവിട്ടാനാണ് ഞങ്ങൾ ചാണകന്മാരി അറിയാന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അല്ല, അങ്ങനത്തെ കുറേ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇവരുടെ അങ്ങൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം. അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.